الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد بالله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത നിലപാടുകളെ മുഴുവനും വിട്ടുകൊടുത്തും തഖ്വയുടെ താൽപര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്തും ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്ന നേരം വരെയും ഈ ലോകത്ത് കഴിഞ്ഞുകൂടാൻ, അതുവഴി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായി മരണപ്പെടാൻ, നാളെ സ്വാലിഹീങ്ങളോടൊപ്പം പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏതാനും നാളുകളായി കേരളീയ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് ധാരാളമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമൊക്കെ. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ പുരോഗതിയെക്കുറിച്ചുമൊക്കെ വാചാലമായിരുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അവരുടെ അഭിമാനവും അവരുടെ സദാചാരവുമൊക്കെ വെല്ലുവിളിക്കപ്പെട്ട വാർത്തകളാണ്. കുറച്ചു മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ നാടിൻ്റെ അഭിമാനമായിരുന്ന, രാജ്യത്തിനു വേണ്ടി മെഡലുകൾ നേടാൻ കഠിനാധ്വാനം ചെയ്തിരുന്ന വനിതാ ഹോക്കി താരങ്ങളുടെ ഒരു സമര പരമ്പര തന്നെ അരങ്ങേറിയിരുന്നു. ഉത്തരവാദപ്പെട്ട ഭരണകേന്ദ്രത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളായിരുന്നു അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞതും
അതിനെതിരെ സമരരംഗത്തിറങ്ങി. നമ്മുടെ പുതുതലമുറ, ന്യൂ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നവർ തങ്ങളുടെ റോൾ മോഡലുകളായി കൊണ്ടു നടന്നിരുന്ന, കേരളീയ സമൂഹത്തിൻ്റെ ഹീറോകളായി വിലസിയിരുന്ന പല കപട മുഖങ്ങളും മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ചിരിക്കുന്നത് പോലെ ചിരിക്കാനും അവരുടെ ഹെയർ സ്റ്റൈലുകൾ അനുകരിക്കാനും അവരുടെ വസ്ത്രധാരണ രീതി പിന്തുടരാനും ഒക്കെ ശ്രദ്ധിച്ചിരുന്നവർ, അതൊക്കെ വലിയ അഭിമാനമായി കൊണ്ടു നടന്നിരുന്നവർ ഇന്ന് അത്തരം വ്യക്തികളെക്കുറിച്ച് വൃത്തികെട്ട വാർത്തകൾ കേട്ട് അന്തം വിട്ടിരിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീണ അവരിൽ പലരും ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി, അറസ്റ്റിനെ ഭയന്നുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതികളിൽ കയറിയിറങ്ങുന്നത് കാണുമ്പോൾ ഇവരെയൊക്കെയാണല്ലോ തങ്ങൾ അനുകരിക്കാൻ ശ്രമിച്ചിരുന്നത് എന്നാലോചിച്ച് ഫാൻസ് അസോസിയേഷനുകളൊക്കെ ലജ്ജിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ പുരുഷന്മാരെ പോലെയാക്കാൻ സാഹസപ്പെട്ടിരുന്ന നവലിബറലുകളും പുരോഗമന നാട്യക്കാരുമൊക്കെ നമ്മുടെ കേരളത്തിൽ ഏതാനും നാളുകളിലായി മൗനത്തിലാണ്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കലാണ് പുരോഗതി എന്നവർ വലിയ വീമ്പ് പറഞ്ഞിരുന്നു. സ്ത്രീ പുരുഷ സമത്വമെന്ന് കേൾക്കാൻ ഇമ്പമുള്ള വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു അവർ സ്ത്രീകളുടെ തുണി ഉരിയുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നവർ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. നിർലജ്ജതയും അശ്ലീലതയും ആഭാസത്തരങ്ങളുമൊക്കെ, അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വങ്ങളുമൊക്കെ വ്യാപകമാകുന്ന അത്തരം വൃത്തികേടുകളെയൊക്കെ അവർ ധാരാളമായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ആരെങ്കിലുമൊക്കെ സദാചാരത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ, ധാർമ്മികതയെക്കുറിച്ച് ഒരു വാക്ക് എഴുതിയാൽ അവർ തനി പിന്തിരിപ്പന്മാരും 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതരും മതതീവ്രവാദികളും ഒക്കെയാണെന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരുപോലുള്ള വസ്ത്രം ധരിക്കുകയും ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ അടുത്തടുത്തിരുന്ന് പഠിക്കുകയും അത് കുറെ കൂടി മുന്നോട്ട് പോയി ഒരേ ടോയ്ലറ്റ് തന്നെ അവർക്ക് ഉപയോഗിക്കുകയും ചെയ്ത് വളരുക എന്നതാണ് പുരോഗതിയുടെ വഴിയായി അവർ മുന്നോട്ട് വെച്ചത്. എന്ന് പറഞ്ഞാൽ ആൺപെൺ ഇടകലരുകളാണ് സ്ത്രീ സുരക്ഷയുടെയും അവരുടെ പുരോഗതിയുടെയും വഴി എന്നാണ് അവർ ധാരാളമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ സ്ത്രീ പുരുഷ ഇടകലരുകളിൽ ഒരുവിധ നിയന്ത്രണവും ഇല്ലാതിരുന്ന ഇടങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾക്ക് മുമ്പിൽ അവർക്കൊന്നും ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ദീനുൽ ഇസ്ലാം പടപ്പുകളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന, സൃഷ്ടികളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന പടച്ചവന്റെ ദീൻ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് നൽകേണ്ട ആദരവുകളെ കുറിച്ചുമൊക്കെ ധാരാളമായി സംസാരിച്ച ദീനാണ്. അത്തരം അധ്യാപനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിൽ പ്രതിനിധീകരിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടവരെന്ന നിലക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചിലതൊക്കെ ചെയ്യാനുണ്ട് എന്നത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള വിഷയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ ഈ കാലഘട്ടത്തിലെ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തപ്പെട്ടവർ എന്ന നിലക്ക് അത്തരം വിഷയങ്ങളിലൊക്കെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ്, നിലപാടുകൾ എന്താണ്, സമീപനങ്ങൾ എന്താണ് എന്നൊക്കെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് സമൂഹത്തെ ധരിപ്പിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ചുമതലയാണ്. നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യ സമൂഹത്തിന്റെ സുഭദ്രമായ നിലനിൽപ്പിനും വളരെ സുഗമമായി സമൂഹം മുന്നോട്ട് പോകാനും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപാട് നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്തരം നിയമങ്ങൾ മനുഷ്യന് നൽകാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടാവായ പടച്ചവനാണ് എന്ന് ആവർത്തിച്ചു പറയാൻ നമ്മളാരും മടിക്കേണ്ടതില്ല. അലാ വഹുവ ഫിസ് സമാഇ ഇലാഹുൻ വഫിൽ അർദി ഇലാഹ്.
ഏതൊരു അള്ളാഹുവാണോ ആകാശലോകത്ത് ഇലാഹായിട്ടുള്ളവൻ, ഏതൊരു അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണോ ആകാശഭൂമികളിലെ സകല പ്രാപഞ്ചികമായ സംവിധാനങ്ങളും നിലനിന്നുകൊണ്ടിരിക്കുന്നത്, അവയുടെയൊക്കെ സൃഷ്ടാവും നിയന്ത്രകനും സംരക്ഷകനുമായിട്ടുള്ളവൻ ഏതൊരു അള്ളാഹുവാണോ ആ പടച്ചവൻ തന്നെയാണ് വഹുവ ഫിസ്സമാഇ ഇലാഹുൻ. ഭൂമിയിലെ പടച്ചവന്റെ ധാരാളം സൃഷ്ടിജാലങ്ങളിൽ ഒന്ന് മാത്രമായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള അതോറിറ്റിയും അധികാരവും അതേ പടച്ചവന് തന്നെ വകവെച്ചു കൊടുക്കാൻ കഴിയുന്നിടത്താണ് മനുഷ്യന്റെ ജീവിതം സമാധാനമായി മുന്നോട്ട് പോവുക, സാമൂഹ്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോവുക എന്ന് ഉറക്കെ പറയാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിൽ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സകല നിയമങ്ങളും മനുഷ്യന്റെ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നാടിന്റെയും ഒക്കെ വളർച്ചയും വികാസവും സുഗമമായ നിലനിൽപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. വ്യക്തികളുടെ നിത്യജീവിതത്തിൽ അത്തരം നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ സൗന്ദര്യം, ഈ ദീനിന്റെ മാധുര്യം, ഈ ദീനിന്റെ നന്മകൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്, ഒരു സമൂഹത്തിന് അത് അനുഭവിക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരേ സമയം മനുഷ്യന്റെ ഐഹിക ജീവിതത്തിൽ തന്നെ നന്മ വരുത്തുന്നതോടൊപ്പം പാരത്രിക ജീവിതത്തിൽ അത് വലിയ പ്രതിഫലാർഹമായ കർമ്മമായി മാറുകയും ചെയ്യും, അവശേഷിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ അറിയണം. ഇത് അള്ളാഹുവിന്റെ ദീനായ പടച്ച തമ്പുരാന്റെ അടുത്ത് സ്വീകാര്യമായ ഏകദീനായ ദീനുൽ ഇസ്ലാമിന്റെ മാത്രം സവിശേഷതയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം ഇഹലോകത്ത് തന്നെ നമുക്ക് ഗുണകരമായി തീരുകയും പരലോകത്ത് അത് നമുക്ക് നന്മയായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇസ്ലാമിലെ ഓരോ കൽപ്പനകളുടെയും ഓരോ നിയമങ്ങളുടെയും പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പരിശോധിച്ചു നോക്കുക, ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും ഈ രണ്ട് രൂപത്തിൽ നമുക്ക് പ്രയോജനകരമാണ്. കുടുംബ ജീവിതത്തിലായാലും സാമ്പത്തിക രംഗത്തായാലും ധാർമ്മിക സദാചാര മേഖലകളിലായാലും ഒക്കെ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായി, ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇസ്ലാമിന്റെ സദാചാര സംബന്ധമായ നിയമനിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചാൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും. തെറ്റ് ചെയ്തതിന്റെ ഒരു കുറ്റബോധവുമില്ലാതെ താനൊരു തെറ്റും ചെയ്യാത്തവനാണെന്ന ആത്മവിശ്വാസത്തോടുകൂടി ഒരുവിധ അന്തസംഘർഷങ്ങളും ഇല്ലാതെ, യാതൊരു മനസംഘർഷങ്ങളും ഇല്ലാതെ സമൂഹത്തിൽ വളരെ മാന്യമായി അന്തസ്സോടുകൂടി ജീവിക്കാൻ ഈ നിലപാട് ഒരു മനുഷ്യനെ പ്രാപ്തനാക്കും. അതുപോലെ ഇസ്ലാമിന്റെ സദാചാര നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നാം നമ്മുടെ കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ആ കുടുംബം ഭദ്രമായ കുടുംബമായിരിക്കും, ആ കുടുംബം സമാധാനമുള്ള കുടുംബമായിരിക്കും. എല്ലാ നിലക്കും സന്തോഷകരവും അരാജകത്വത്തിൽ നിന്ന് മുക്തവുമായ ഒരു മനോഹരമായ കുടുംബ ജീവിതമായിരിക്കും അവർക്ക് ഈ ദുനിയാവിൽ കെട്ടിപ്പടുക്കാൻ സാധിക്കുക. ഇതൊക്കെയും ഈ ദുനിയാവിൽ ദീനിന്റെ ഒരു കൽപ്പന നമ്മൾ നടപ്പിൽ വരുത്തുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ്, പടച്ചവൻ നമുക്ക് നൽകുന്ന നന്മകളാണ്. ഇനി അതിനേക്കാൾ ഉപരിയായി വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ഈ ദുനിയാവിൽ പടച്ചവന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ പാരത്രിക ജീവിതത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അറ്റമില്ലാത്ത പ്രതിഫലത്തിന് കൂടി അത് നമ്മെ അർഹമാക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതോടുകൂടി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഒരു നിയമവും നമുക്ക് ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ, പടച്ചവന്റെ ഓരോ നിയമങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ അതുവഴി സൃഷ്ടാവായ അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുകയും അവന്റെ അടിമത്വം നമ്മൾ അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. സദാചാര ജീവിതത്തിൽ അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കാൻ സന്നദ്ധമാകുമ്പോൾ നമ്മുടെ ശാരീരിക ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് അള്ളാഹു അനുവദിച്ച മാർഗം മാത്രമേ ഒരാൾ സ്വീകരിക്കുകയുള്ളൂ. ഈ രംഗത്ത് അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ ശരീരത്തിന്റെ താൽക്കാലികമായ ഇച്ഛാ പൂർത്തീകരണത്തിന് അവന് തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രശ്നവും ഉണ്ടാവുകയില്ല. അപ്പോ ഒരേ സമയം രണ്ട് രീതിയിൽ അയാൾക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഒന്ന് അള്ളാഹു അനുവദിച്ച മാർഗത്തിലും, മറ്റേത് പടച്ചവൻ വിരോധിച്ച മാർഗത്തിലും. വിവാഹവും വ്യഭിചാരവും തമ്മിലുള്ള അന്തരമാണ് ഈ രണ്ടും തമ്മിലുള്ളത്. അനുവദനീയമായ മാർഗത്തിലുള്ള തന്റെ ശാരീരിക ഇച്ഛകളുടെ പൂർത്തീകരണവും അനുവദനീയമല്ലാത്ത തെറ്റായ മാർഗത്തിലുള്ള ആ ശാരീരികമായ ഇച്ഛകളുടെ പൂർത്തീകരണവും, വിവാഹവും വ്യഭിചാരവും തമ്മിലുള്ള അന്തരമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. ഈ രണ്ട് രീതികളുടെയും അനന്തരഫലം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിരിക്കും.
അത് വ്യക്തിയിൽ മാത്രം ഒടുങ്ങി നിൽക്കുകയില്ല, കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും. ഒരാൾ വ്യഭിചാരത്തിലൂടെ തന്റെ ഇംഗിതം പൂർത്തീകരിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നിയന്ത്രണങ്ങളില്ലാത്ത സ്വതന്ത്രമായ ലൈംഗികതയുടെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അറിയണം, വ്യക്തിയിൽ മാത്രം പരിമിതമാവുകയില്ല. എന്നാൽ സദാചാര രംഗത്ത് അള്ളാഹുവിന്റെ ദീൻ നിർദ്ദേശിച്ച വിവാഹം അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്താൻ അവരെ സഹായിക്കുന്നതാണ്. വ്യക്തി ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്താൻ മാത്രമല്ല, ഭദ്രമായ ഒരു കുടുംബ ജീവിതത്തിന് മനുഷ്യനെ പ്രാപ്തമാക്കുന്നതാണ് ഇസ്ലാം സദാചാര ജീവിതത്തിൽ നിർദ്ദേശിച്ച വിവാഹമാകുന്ന കർമ്മത്തിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരാൾ വിവാഹത്തിലൂടെ തന്റെ സദാചാര വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ആ രംഗത്ത് പടച്ചവന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അതോടൊപ്പം പടച്ചറബ് വിലക്കിയ വഴി ഉപേക്ഷിക്കാനുള്ള ആർജവവും തന്റെ ഇടവും പ്രകടിപ്പിക്കുകയുമാണ് ആ വ്യക്തികൾ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വിവാഹം മാത്രമല്ല, സദാചാര രംഗത്ത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ മുറുകെ പിടിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം നിർദ്ദേശങ്ങൾ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത് കുറെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന, ഒരുപാട് ശിക്ഷ, മനുഷ്യനെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യുകയും അതിന് കുറെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു നിയമപാലകന്റെ റോളിലല്ല ഇസ്ലാം മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനപ്പുറത്ത് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള, അവനെ തെറ്റുകുറ്റങ്ങളിലേക്ക് മനുഷ്യൻ അകപ്പെടാൻ സാധ്യതയുള്ള സകല സാഹചര്യങ്ങളെ കുറിച്ചും നമുക്ക് മുൻകൂട്ടി അറിവ് നൽകുകയും അത്തരം അരുതായ്മകളിൽ അകപ്പെടാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ നമ്മെ പ്രാപ്തമാക്കുകയും നമ്മെ സഹായിക്കുകയുമാണ് ദീനുൽ ഇസ്ലാമിന്റെ ഓരോ കൽപ്പനകളും ഓരോ നിർദ്ദേശങ്ങളും ഓരോ നിയമങ്ങളും നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടാൽ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സൂക്ഷ്മമായ നിയമനിർദ്ദേശങ്ങളാണ്, വളരെ കൃത്യമായ അധ്യാപനങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയമായി തന്റെ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ ഇത്ര സൂക്ഷ്മമായ നിയമങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചാൽ അത് മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന ദീനായതുകൊണ്ടാണ്. മനുഷ്യന്റെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ പരിമിതികളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന പടച്ചവനാണ് ഈ ദീനിന്റെ അധ്യാപനങ്ങൾ നൽകിയിട്ടുള്ളത് എന്നാണ്. മനുഷ്യന്റെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് നന്നായി അറിയുന്ന ദീനുൽ ഇസ്ലാം, അള്ളാഹു, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മനുഷ്യൻ വളരെ വേഗം തിന്മയിലേക്ക് തിരിയാൻ ഏറെ സാധ്യതയുള്ള രംഗമാണ് അവന്റെ സദാചാര രംഗം എന്ന് അള്ളാഹുവിനറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഏത് കാലഘട്ടത്തിലുമുള്ള മനുഷ്യന്റെ വിശ്വാസിയുടെ തഖ്വാബോധം, മനുഷ്യന്റെ തഖ്വാബോധത്തിന് നേരെ കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു രംഗം കൂടിയാണ് സദാചാര രംഗം എന്ന് പറയുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തഖ്വാബോധത്തിന് നേരെ കനത്ത വെല്ലുവിളി ഉയർത്തുന്ന രണ്ട് രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് സാമ്പത്തികവും മറ്റൊന്ന് സദാചാരവുമാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ട് രംഗത്തും വിശുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, പടച്ചവൻ അനുവദിച്ചിടത്ത് മാത്രമേ ഈ രണ്ട് മേഖലകളിലും നമ്മൾ ഉണ്ടാവൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും വിശുദ്ധമായ ഒരു ജീവിതത്തിന്റെ ഉടമയായി മുന്നോട്ട് പോകാൻ, പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ഒരടിമയായി ഭൂമിയിൽ ജീവിച്ചു മരിക്കാൻ, അതുവഴി അള്ളാഹുവിന്റെ സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് അർഹരായി തീരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തഖ്വാബോധം ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു രംഗമാണ് സദാചാരം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും പലപ്പോഴും നമ്മുടെ നിയന്ത്രണങ്ങളെ മറികടന്നുകൊണ്ട് കുതറിമാറാൻ ഏറെ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട വിശ്വാസികൾ എന്ന നിലക്ക് അള്ളാഹുവിന്റെ ദീൻ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും വളരെ ജാഗ്രതയോടുകൂടി പാലിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം എന്നുള്ളതാണ്. സദാചാരം വിശുദ്ധമായി നിലനിർത്തുക എന്നത് വളരെ ശ്രമകരമായ ഒരു വെല്ലുവിളിയാണ്. കാരണം എല്ലാ സാഹചര്യങ്ങളും ഒരുക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സദാചാര വിശുദ്ധിക്ക് നേരെ വലിയ വെല്ലുവിളികൾ ഉയർത്തപ്പെടുന്ന സാഹചര്യമാണ് എമ്പാടും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സദാചാര ജീവിതം വിശുദ്ധമായി നിലനിർത്തുക എന്നത് വളരെ ശ്രമകരമായ വെല്ലുവിളിയാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ജീവിതത്തിൽ വളരെ കൃത്യമായി ലക്ഷ്യം നിർണ്ണയിക്കപ്പെട്ടവരാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുസ് അർത്ഥശൂന്യമായ ഒന്നല്ല. എന്തിനാണ് ജീവിതമെന്നും എന്താണ് ജീവിതമെന്നും എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും ഈ ജീവിതത്തിലൂടെ എവിടെയാണ് നമ്മൾ എത്തിച്ചേരേണ്ടതെന്നും നമ്മുടെ ആയുസ് എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു ദീനിന്റെ അനുയായികൾ എന്ന നിലക്ക് പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ആത്യന്തികമായ രക്ഷാശിക്ഷകൾ നിർണയിക്കുന്നിടത്ത് തഖ്വയോടുകൂടിയുള്ള ജീവിതം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെയൊക്കെ പാരത്രികമായ ജീവിതത്തിന് അനിവാര്യമായ ഒന്നാണ് ഈ വിഷയത്തിൽ നമ്മുടെ ശാരീരികമായ ഇച്ഛകളുടെ മേൽ നമ്മുടെ ആത്മീയമായ കരുത്തിന് മേധാവിത്വം നൽകുക എന്നത്. ഇസ്ലാം നിശ്ചയിച്ച നിയന്ത്രണങ്ങൾ, ശാരീരികമായ ഇച്ഛകളെ അതിജീവിക്കാൻ കഴിയാത്തിടത്ത് മനുഷ്യൻ മൃഗമായി തീരുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ പുസ്തകങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, وَأَمَّا مَنْ خَافَ مَقَامَ رَبِّهِ وَنَهَى النَّفْسَ عَنِ الْهَوَى فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى. മനുഷ്യൻ പടച്ചവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന്റെ മഹത്വത്തെ ഭയന്നുകൊണ്ട് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവരാരാണോ فَإِنَّ الْجَنَّةَ هِيَ الْمَأْوَى, അവരാണ് അള്ളാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്നവർ. ക്ഷണികമായ ഈ ഐഹിക ജീവിതത്തിന് ശേഷം വരാനിരിക്കുന്ന ശാശ്വതമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ കയറൂരി വിട്ടുകൊണ്ട് ഒരിക്കലും അത് സാധ്യമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ശരീരത്തിന്റെ അഭിലാഷങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ പടച്ചവൻ നിശ്ചയിച്ച പരിധിയിൽ ഒതുക്കി നിർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് പടച്ചവന്റെ പരിധികൾ അതിലേക്ക് നിൽക്കുന്നതിനെ കുറിച്ചാണ്. എന്നാണ് ഇതിന്റെ തൊട്ടു മുമ്പ് ആയത്തിൽ അള്ളാഹു പറയുന്നത്. ആർ അള്ളാഹു നിശ്ചയിച്ച പരിധികൾ കവച്ചു വെക്കുകയും ആ പരിധികളെ അപ്രസക്തമാക്കിക്കൊണ്ട് താന്തോന്നിത്വത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവർ, അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അവർ മുൻഗണന നൽകുന്നത്, അവരുടെ ഈസാർ എന്ന് പറയുന്നത്, അവർ പ്രയോറിറ്റി നൽകുന്നത് ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾക്കാണ്. അങ്ങനെ ശരീരത്തിന്റെ അഭിലാഷങ്ങൾക്കും ഐഹികമായ മോഹ താല്പര്യങ്ങൾക്കും ഭൗതികമായ സുഖാഡംബരങ്ങൾക്കും പിറകെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ പരിധികൾ മറികടക്കുന്നവരാണ്. അങ്ങനെ പടച്ചവന്റെ പരിധികളെ അപ്രസക്തമാക്കിക്കൊണ്ട് തോന്നിയാസത്തിന്റെയും തന്റെ താന്തോന്നിത്വത്തിന്റെയും ഒക്കെ നിലപാടുകൾ സ്വീകരിച്ച് ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി തന്നിഷ്ടത്തിന്റെ പിറകെ പോകുന്നവർ, ഐഹിക ജീവിതത്തിന് പ്രയോറിറ്റി നൽകുന്നവർ, ഏത് നിമിഷവും നിലച്ചു പോകാനുള്ള ശ്വാസത്തിന് ശേഷം അവർക്ക് എത്തിച്ചേരാനുള്ളത് അള്ളാഹുവിന്റെ നരകത്തിലാണ് എന്ന് പടച്ചവൻ മുന്നറിയിപ്പ് നൽകുകയാണ്. അതിന്റെ തൊട്ടുടനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പടച്ചവൻ സജ്ജമാക്കി വെച്ചിട്ടുള്ള സ്വർഗീയ സന്തോഷത്തിൽ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ അടയാളമായി കൊണ്ടാണ് അല്ലാഹു പറയുന്നത്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ. പടച്ചവന്റെ മുന്നിൽ ചെന്നു നിൽക്കുന്ന നാളിനെ കുറിച്ചുള്ള ബോധം കൊണ്ട്, ആ ബോധവിചാരത്താൽ പ്രിയമുള്ളവരെ, പലപ്പോഴും ആ ബോധവിചാരം കൊണ്ട് തന്നെയാണ് ഐഹികമായ നേട്ടങ്ങളോട് നമുക്ക് പലപ്പോഴും നോ പറയാൻ കഴിയുന്നത്. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ഒക്കെ നിറച്ചു നിൽക്കുമ്പോഴാണ് പല പ്രലോഭനങ്ങളോടും നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കാൻ നമുക്കുള്ള ഈമാനികമായ കരുത്ത് ലഭിക്കുന്നത്. പാരത്രിക ജീവിതത്തിലുള്ള അടിയുറച്ച ബോധ്യമാണ് അരുതായ്മകളിൽ നമ്മൾ അകറ്റി നിർത്തുന്ന കരുത്തുറ്റ നിലപാട് എടുക്കാൻ നമുക്ക് സഹായകരമായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വിചാരത്താൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ കർമ്മങ്ങളുടെ ഭാണ്ഡങ്ങളുമായി ചെന്നു നിൽക്കുമ്പോൾ ശരീരത്തിന്റെ ഇച്ഛകളുടെ പിറകെ പോയവനെ കാത്തിരിക്കുന്നത് നരകശിക്ഷയാണെന്ന ബോധ്യത്താൽ ശരീരത്തിന്റെ ഇച്ഛകളെ പടച്ചവനെ ഭയന്നുകൊണ്ട് നിയന്ത്രിച്ചവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ സ്വർഗം എന്ന തിരിച്ചറിവിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. സദാചാരവുമായി ബന്ധപ്പെട്ട സംഗതികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ എല്ലാ അവയവങ്ങളുടെയും മേൽ, നമ്മുടെ മുഴുവൻ ശരീരത്തിന്റെയും മേൽ നല്ല ശക്തമായ ആത്മനിയന്ത്രണം സാധിച്ചുകൊണ്ട് മാത്രമേ സദാചാര വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ഈ രംഗത്തുള്ള വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുടെ ശൈലി അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആൻ പറഞ്ഞു നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, ഖുർആൻ പറയുന്നത്, മറിച്ച് വലാ തഖറബുസ് സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ്. അഥവാ വ്യഭിചാരമാകുന്ന പാപത്തിന്റെ മാലിന്യത്തിൽ നിന്ന് മാലിന്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന സകല സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും സൂക്ഷ്മത പുലർത്താനും കഴിയണം എന്നാണ് ആ ഖുർആനിക ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്.
വലാ തഖറബുദ്ദിന, അതിന്റെ പരിസരത്ത് പോലും അതിലേക്ക് അടുപ്പിക്കുന്ന സകല സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഈമാനികമായ കരുത്ത് നിങ്ങൾ നേടിയെടുക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. കുതിബ അലാ ഇബ്നു ആദം നസീബുഹു മിനസ്സിന. ആദം സന്തതികളെ സംബന്ധിച്ചിടത്തോളം, ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ വ്യഭിചാരത്തിൽ നിന്നുള്ള ഒരു ഓഹരി, ഓരോ മനുഷ്യനും തന്റെ വ്യഭിചാരത്തിൽ നിന്നുള്ള ഒരു ഓഹരി അവന്റെ മേൽ രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. മുദ്രിക്കുഹു ദാലിക ലാ മുഹാൽ, ഒരു സംശയവുമില്ല, അതവൻ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളാരും വ്യഭിചാരത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ലല്ലോ, പിന്നെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ തുടർന്ന് പറയുന്നു, അൽ ഐനാനു സിനാഹുമൻ നദർ, നമ്മുടെ ഓരോ അവയവങ്ങൾക്കുമുണ്ട് വ്യഭിചാരം, അല്ലെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങൾക്കുമുണ്ട് വ്യഭിചാരത്തിൻ്റെതായ ഓരോ പങ്ക് എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ. എത്രത്തോളം നമ്മൾ ഈ സദാചാര മേഖലയിൽ സൂക്ഷ്മത പുലർത്തണമെന്നതിനെ കുറിച്ചുള്ള, ജാഗ്രത പുലർത്തണമെന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശമാണ് പ്രിയമുള്ളവരെ റസൂൽ നൽകുന്നത്. അൽ ഐനാനു സിനാഹുമൻ നദർ, നിങ്ങളുടെ രണ്ട് കണ്ണുകൾ, അവക്ക് രണ്ടിനും വ്യഭിചാരമുണ്ട് എന്നാണ്. എന്താണ് കണ്ണിന്റെ വ്യഭിചാരം എന്ന് ചോദിച്ചാൽ അൻ നദർ, ദുരുദ്ദേശത്തോടു കൂടിയുള്ള നോട്ടമാണത്. നോട്ടമാണ്. നോട്ടത്തെ കണ്ണിന്റെ വ്യഭിചാരമായി പരിചയപ്പെടുത്തുകയാണ് പ്രവാചകൻ. വൽ ഉദ്നാനി സിനാ മൻ ഇസ്തമാ, കാതുകൾക്കുമുണ്ട് വ്യഭിചാരം. എന്താണ് കാതുകളുടെ വ്യഭിചാരം? അൽ ഇസ്തിമാ, ചീത്ത കാര്യങ്ങൾ, അശ്ലീലമായ ഭാഷണങ്ങൾ, അശ്ലീലമായ ഓഡിയോകൾ, വീഡിയോകൾ, അല്ലെങ്കിൽ അശ്ലീലമായ വാക്കുകൾ കേൾക്കലാണ് കാതിന്റെ വ്യഭിചാരം. നാവിനുമുണ്ട് വ്യഭിചാരം. വൽ ലിസാനു സിനാഹു വൽ കലാം, വൃത്തികെട്ട വർത്തമാനങ്ങൾ, അശ്ലീലമായ വർത്തമാനങ്ങൾ പറയുന്നത് നാവിന്റെ വ്യഭിചാരമാണെന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വൽ യദു സിനാഹു വൽ ബത്ഷ്, നിങ്ങളുടെ കൈകൾക്കുമുണ്ട് വ്യഭിചാരം. ആ ഒരു തെറ്റായ വിചാരങ്ങളോട് കൂടിയുള്ള സ്പർശനത്തെയാണ് കൈകൊണ്ടുള്ള വ്യഭിചാരമായി പ്രവാചകൻ പരിചയപ്പെടുന്നത്. വൽരിജ്ലു സിനാഹു വൽ ഖുതാ, കാലുകൾക്കുമുണ്ട് വ്യഭിചാരം. തിന്മ ആഗ്രഹിച്ചുകൊണ്ട്, ആ ചീത്ത വൃത്തി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വെക്കുന്ന ഓരോ കാൽപ്പാടുകളും നിങ്ങളുടെ കാലുകളുടെ വ്യഭിചാരമാണെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വൽ ഖൽബു യഹ്ബി വയതമന്ന, അങ്ങനെ ആ അവയവങ്ങൾ, കണ്ണും കാതും കൈകാലുകളും ഒക്കെ ഈ മ്ലേച്ഛവൃത്തി ചെയ്യാനുള്ള വെമ്പലിൽ ഏർപ്പെടുമ്പോൾ, അതിനോട് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ മനസ്സും തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. എന്നിട്ട് ഈ പറഞ്ഞ എല്ലാ രീതിയിലുമുള്ള സംഗതികളൊക്കെ ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ അത് നിർവഹിക്കാൻ സന്നദ്ധമാകുന്നു. ഔ യുകദ്ദിബുഹു, അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്നു. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പ്രിയമുള്ളവരെ നമ്മൾ കാണുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, സിന എന്ന് പറയുന്നത് ലൈംഗികമായ തെറ്റായ രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മാത്രം പേരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുഴുവൻ ശാരീരികമായ അവയവങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ വിശുദ്ധമായ അവസ്ഥയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ സൽവിചാരത്തിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാം ഒക്കെ നൽകിയിട്ടുള്ള സദാചാര മര്യാദകളിലും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശുദ്ധമായ വ്യക്തിത്വം നിലനിർത്താൻ, ഇസ്ലാമികമായ വ്യക്തിത്വം നിലനിർത്താൻ നമുക്ക് സാധ്യമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ദീനിന്റെ നിർദ്ദേശങ്ങളെ നമ്മുടെ തന്നെ ദുനിയാവിലെ സുഗമമായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സമാധാനമുള്ള വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ഭദ്രമായ കുടുംബഘടന നിലനിർത്തുന്നതിനും സമൂഹത്തിൽ വളരെ മനോഹരമായ ഒരു കുടുംബ സംവിധാനത്തിന്റെ പ്രയോഗ മാതൃക ഇസ്ലാമിന്റെ തന്നെ സത്യസാക്ഷ്യ നിർവഹണത്തിന്റെ ഭാഗമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള സദാചാര നിർദ്ദേശങ്ങൾ വളരെ മനോഹരമായി അതിനെ പ്രതിനിധീകരിക്കുവാൻ സത്യവിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഇസ്ലാമിലെ കുടുംബ സങ്കല്പമാണ്, ഇസ്ലാമിലെ സദാചാര വിശുദ്ധിയുള്ള ഭദ്രതയുള്ള കുടുംബ സങ്കല്പമാണ് പാശ്ചാത്യരെയും പൗരസ്ത്യരെയും ഒക്കെ ഇന്ന് ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് കൂടി നമ്മൾ അറിയണം. പാശ്ചാത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അഭ്യസ്തവിദ്യരായ, നല്ല പ്രൊഫഷണലുകളായ, വെൽ എഡ്യൂക്കേറ്റഡ് ആയ വനിതകളാണ്. അവരിൽ ഭൂരിഭാഗം എന്ന് നമ്മൾ അറിയുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ സദാചാര സങ്കല്പമാണ്, ഇസ്ലാമിലെ ഭദ്രമായ കുടുംബഘടനയാണ്, കുടുംബ വ്യവസ്ഥയാണ്. കാരണം പാശ്ചാത്യ ലോകത്ത് സദാചാരത്തിന് വിലയില്ലാതെ ധാർമ്മികമായ നിർദ്ദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തി തോന്നിയതുപോലെ ശാരീരിക ഇച്ഛകളുടെ പൂർത്തീകരണത്തിന് പിന്നാലെ പാഞ്ഞതിന്റെ ദുരന്തങ്ങൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റിന് പോലും
രാജ്യത്തോടുള്ള സ്റ്റേറ്റ് ഓഫ് നാഷൻ സ്പീച്ചിൽ തന്റെ ജനങ്ങളോട് പറയേണ്ടി വരികയാണ്, രാജ്യത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ പകുതിയിലധികവും വിവാഹം നടക്കാത്ത കുടുംബങ്ങളിലാണെന്നിരിക്കെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ആര് വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് ഒരു രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിന് തന്റെ ജനതയോട് പറയേണ്ടി വരുമാറുള്ള ഗതികേടിലേക്ക് എത്തിപ്പെട്ട ആ ഒരു രാജ്യം തിരിഞ്ഞു നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ പിറകെ അന്തം കെട്ട അനുകരണപരമായി പാഞ്ഞു നടക്കുന്നതിന്റെ ദുരന്തങ്ങളാണ് നമ്മുടെ നാട്ടിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞെടുത്ത് നിന്ന് നമ്മളിനിയും പഠിക്കാൻ സന്നദ്ധമായിട്ടില്ല എന്നാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ കുടുംബജീവിതത്തെ മനോഹരമായി പ്രതിനിധീകരിച്ച് അങ്ങനെ ഇസ്ലാമിന്റെ സത്യസാക്ഷ്യ നിർവഹണത്തിൽ കുടുംബമാകുന്ന ഒരു മനോഹര സംവിധാനത്തെ സമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുവാനുള്ള ത്രാണിയും പ്രാപ്തിയും നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.